ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴ പായസം. അതിനായിട്ട് ആദ്യം നേന്ത്രപ്പഴം പീസായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക. ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിക്കുക. ഞാനാണെങ്കിൽ ഇതിൽ ഈ കുപ്പിയിലെ പകുതി നെയ്യ് ചേർത്തിട്ടുണ്ട്, ഒഴിക്കുക. ദെൻ അതേപോലെ തന്നെ മറ്റൊരു അടുപ്പിലേക്ക് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ പീസാക്കിയ നേന്ത്രപ്പഴം ഇതിലേക്ക് നമ്മൾ പതിയെ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളരുത്. അങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ പതുക്കെ ഇതിലേക്ക് കുട്ട് ചെയ്ത് കൊടുക്കുക. അതെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇതേപോലൊരു സ്പൂൺ എടുത്ത് ഇതിങ്ങനെ തവിയെടുത്ത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഈ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ഇളകി ഇതിനകത്ത് ഈ നെയ്ക്കകത്ത് ഇത് നന്നായിട്ട് ഇതാവണം, യോജിക്കണം. ഫ്രണ്ട്സ്, അതുപോലെ പഴം അവിടെ നിന്ന് നമ്മൾ ഇളക്കി വേവുന്ന സമയം കൊണ്ട് അതാണ്ട് ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, നിങ്ങളങ്ങനെ ചെയ്യാം. ഞാനിത് അരച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. പരുവം ഇത് നന്നായിട്ട് ഇളക്കി ഈ ചട്ടീനെ ഇങ്ങനെ വിട്ട് വരത്തക്കവണ്ണം നല്ല വൃത്തിക്കാൻ നെയ്യുമായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞങ്ങൾ വാങ്ങിച്ച പഴം പിന്നെ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മിക്സിയിൽ ചെറുകെ ഒന്ന് അടിച്ചെടുത്തു. പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുമായിട്ട് യോജിക്കാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് അങ്ങനെ ശർക്കരയിലൊക്കെ ഒരുപാട് കല്ലും മണ്ണ് ഉണ്ടാവും. അപ്പം അരിച്ച് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തിരിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് മധുരമുള്ളവർക്ക്, മധുരം കഴിക്കുന്നവർക്ക് ഒരുപാട് ചേർക്കുന്നുള്ളൂ. അങ്ങനെ കൊടുക്കാറല്ല. ഈ ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇങ്ങനെ ഒന്ന് ക്രഞ്ചാക്കി എടുക്കും. അത് ഈ ഒരു പരുവം മതിയാവും കേട്ടോ. നമ്മളങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ഏലക്കയുടെ തൊലിയൊക്കെ എടുത്ത് കളയുക. കാരണം ഏലക്കയുടെ തൊലി ഒരുപാട് പ്രശ്നമാണ്. ഇതിലേക്ക് ചേർക്കുക. എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ തേങ്ങ അല്പം എടുത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കുക, ഇളക്കി കൊടുക്കുക. പിന്നെ വീഡിയോ ആണ്, യൂട്യൂബിലേക്ക് ഒരുപാട് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാകും. എല്ലാവരും ക്ഷമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രസംഗങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. അത് നെക്സ്റ്റ് ടൈം നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ആക്കി കൊടുക്കുക. കുറച്ച് തോനെ ചേർക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പായസത്തിൽ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒരുപാടുള്ളത്. അതിങ്ങനെ കുടിക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ കടിക്കരുത്. ഇതിനകത്തേക്ക് ചേർക്കുക. ഇത് പരിവാകുമ്പം നമ്മളിതിൽ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഈ പപ്പടത്തിനകത്ത് ഈ പായസം ഒഴിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അതിൽ ക്ഷമിക്കുക. പലരും പല രീതിയിലായിരിക്കും ഈ പായസം ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ടാറ്റാ, ബൈ ബൈ.